ഹൈക്കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ വിസിമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഗവർണർക്ക് കൈമാറും. സർക്കാർ നൽകുന്ന 3 അംഗ പാനലിൽ നിന്നാകും പുതിയ വിസിയെ തീരുമാനിക്കുക. ഇന്ന് തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറാനാണ് നീക്കം. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണോ എന്ന കാര്യത്തിൽ രാജ്ഭവനും ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. വിവരങ്ങളുമായി വി അരുൺ ചേർന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു വിധി വന്നിരിക്കുന്നു. അത് ഗവർണർക്ക് വലിയ തിരിച്ചടിയുമാണ്. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് കടക്കാനും ഇതുവരെയുള്ള ക്ഷീണം തീർക്കാനുമായിരിക്കും എന്തായാലും ആലോചന. അതെങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ? ശ്രീജ, സർക്കാരിന് വലിയ ആശ്വാസമാണ്. മാത്രമല്ല ഗവർണർക്ക് വലിയ തിരിച്ചടിയുമാണ്. ഗവർണർ എന്ന് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത തീരുമാനമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഗവർണറാകും അതിന്റെ ഒരു നാണക്കേടും തിരിച്ചടിയും ഒക്കെ അദ്ദേഹത്തിനാകും ഏൽക്കേണ്ടി വരിക. കാരണം സർക്കാരുമായി ഈ സർവകലാശാല വിഷയത്തിൽ തുറന്ന പോരിലാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും. ആ സമയത്ത് ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായത് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഗവർണർക്കും തിരിച്ചടി തന്നെയാണ്. ഈ വിധി വരുമ്പോൾ ഗവർണർ തിരുവനന്തപുരത്ത് ഉണ്ടായതിൽ അദ്ദേഹം നാട്ടിലെ ഗോവയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം ഓഫീസുമായി ബന്ധപ്പെട്ട ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരുപക്ഷെ തീരുമാനമുണ്ടാകും. ഇതിൽ അപ്പീൽ പോകാനാണോ അല്ലെങ്കിൽ വിധി അംഗീകരിക്കാനാണോ ഗവർണറുടെ തീരുമാനമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സർക്കാരാകട്ടെ ഇനി ഒന്നും നോക്കാനില്ല. ഇക്കാര്യത്തിൽ സർക്കാർ വളരെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ വിധി പകർപ്പ് ഇന്നലെ രാത്രിയോടുകൂടി സർക്കാരിന് കിട്ടിയിരിക്കണം. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ സർക്കാർ ഈ നടപടികളുമായി മുന്നോട്ട് പോകും. അതായത് 3 അംഗ പാനൽ വീതം നൽകും 2 സർവകലാശാലകളിലേക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അത് ആർ ബിന്ദുവാണ് ആ പട്ടിക അല്ലെങ്കിൽ ആ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പട്ടിക നൽകേണ്ടത്. വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആ പട്ടിക ഇന്ന് തന്നെ രാജ്ഭവന് കൈമാറിയേക്കും. ഇന്ന് തന്നെ ആ വിധി പകർപ്പ് പരിശോധന പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പട്ടിക കൈമാറും. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന് കീഴിലുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് അവിടെ പാനൽ നൽകേണ്ടത്. പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് പട്ടിക കൈമാറുകയും മുഖ്യമന്ത്രി അനുമതിയോടുകൂടി ഗവർണർക്ക് ആ പട്ടിക നൽകുകയാകും ഉണ്ടാവുക. ഇന്ന് തന്നെ അതും തീരുമാനമുണ്ടാകും. ഒരു തരത്തിലും ഇനി ഈ താൽക്കാലിക വിസി നിയമനം തന്നെയാകും ഇപ്പോഴും ഉണ്ടാവുക. സ്ഥിരം വിസി നിയമത്തിലേക്ക് ഉടൻ കടക്കില്ല. 6 മാസം വരെ താൽക്കാലിക വിസിയെ നിലനിർത്താം. നേരത്തെ നൽകിയ പട്ടികയിലുണ്ടായിരുന്ന 3 പേരുകാർ ആകണമെന്നില്ല. പുതിയ പട്ടികയാകും സർക്കാർ നൽകുക. ഏതായാലും സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു വിധിയാണ് ഹൈക്കോടതി ഉണ്ടായിരിക്കുന്നത്. കാരണം സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാലയിൽ ഒഴികെ മറ്റൊരിടത്തും ഇപ്പോൾ സ്ഥിരം വിസിമാരില്ല. താൽക്കാലിക വിസിമാരുടെ ഭരണം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ആരോഗ്യ സർവകലാശാലയിൽ മോഹനൻ കുന്നുമലാണ്. അദ്ദേഹം കേരള സർവകലാശാലയിൽ കൂടി വിസിയുടെ ചുമതല വഹിക്കുക. അങ്ങനെ 11 സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരുടെ ഭരണമാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് കൂടിയാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 സർവകലാശാലകളിലേക്ക് ഡിജിറ്റലിലും ടെക്നിക്കലിലും താൽക്കാലിക വിസിമാരെ നിയമിച്ചാലും പ്രശ്നം തീരില്ല. ഈ എല്ലാ സർവകലാശാലകളിലും സ്ഥിരം വിസിമാരെന്ന നടപടിയിലേക്ക് കടക്കേണ്ടി വരും. ഏതായാലും ഈ 2 സർവകലാശാലകളിലും സർക്കാർ കൊടുക്കുന്ന പാനലിൽ തന്നെ ഗവർണർ ഒരു പേര് നിർദ്ദേശിക്കേണ്ടി വരും. അദ്ദേഹം അപ്പീലിന് പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള സാധ്യത വിരളമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു വളരെ കൃത്യമായി തന്നെ സർവകലാശാല ചട്ടങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് സർക്കാർ അന്ന് തീരുമാനമെടുത്തത്, ഗവർണറോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവർണർ അവിടെ കുറച്ചുകൂടി കടന്ന കൈയായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാകാം ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ അത് ഏതായാലും ഇത്രയും മാസം 7-8 മാസത്തോളം ആ വിസിമാരെ കൊണ്ട് സർവകലാശാലകളിൽ പല കാര്യങ്ങളും ഗവർണറുടെ താല്പര്യത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അതേ ഒരുപക്ഷെ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തീരുമാനമാകാം. ഏതായാലും ഇനി താൽക്കാലിക വിസി തന്നെ അവിടെ സർക്കാർ വീണ്ടും നിർദ്ദേശിക്കും. ഗവർണർ അതിന് അനുകൂല തീരുമാനമെടുക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം അരുൺ, ഇപ്പോൾ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ അതേപടി തുടരുകയാണ്. മോഹനൻ കുന്നുമ്മൽ തിരിച്ചെത്തിയ ശേഷവും സർവകലാശാലയിലേക്ക് എത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. ആ നിലയ്ക്ക് ഈ സർവകലാശാലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതിൽ സർക്കാർ അല്പം ആശങ്കയിലുമാണ്. ഇതിങ്ങനെ പോയാൽ എങ്ങനെയാവുമെന്ന രീതിയിൽ ഉള്ള ആശങ്കയൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയും കൂടി ഒരു ആത്മവിശ്വാസം സർക്കാരിന് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും സർവകലാശാലകൾ പൊതുവിൽ CPM-ന്റെയും സർക്കാരിന്റെ നിലപാട് ഞങ്ങൾ പറയുന്നതാണ് ശരി. അതാണ് ഈ കോടതി വിധികളിലൂടെ നിരന്തരം ഗവർണർക്ക് തിരിച്ചടി നൽകുന്ന കോടതി വിധികളുടെ വ്യക്തമാകുന്നത്. സർവകലാശാലകളിൽ ഗവർണർക്ക് സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം അജണ്ട നടപ്പാക്കി പ്രവർത്തിക്കാനാകില്ല. അവിടെ സർക്കാരിന്റെ തീരുമാനങ്ങൾ, സർവകലാശാല ചട്ടങ്ങളൊക്കെ പാലിക്കണം. അത് മറികടന്നുകൊണ്ടാണ് പല കാര്യങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനമെടുത്തത്. ഇപ്പോൾ പലതും തീരുമാനമെടുക്കാതെയും എതിർ തീരുമാനമെടുത്തുമൊക്കെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തുന്നു. അതാണ് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള നടപടികൾ സ്വാഭാവികമായും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. കേരള സർവകലാശാല രജിസ്ട്രാർ
അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി പോലും നിലനിൽക്കുന്നതല്ല. വി സിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ചട്ടങ്ങൾ വി സിക്ക് നൽകുന്നില്ല. രജിസ്ട്രാർ നിയമിക്കുന്നത് സിൻഡിക്കേറ്റാണ്. സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും സിൻഡിക്കേറ്റിന് മാത്രമാണ്. ആ നിയമം മുന്നിൽ വെച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും വി സിയുടെ നടപടി റദ്ദാക്കുകയും ചെയ്തു. പക്ഷേ അത് വി സി ഇപ്പോൾ അംഗീകരിക്കുന്നതിന് ഇപ്പോഴും വി സി പറയുന്നത് അത്തരമൊരു സിൻഡിക്കേറ്റ് യോഗം തന്നെ അപ്രസക്തമെന്നുള്ളതാണ്. അതാണ് അവിടുത്തെ പ്രതിസന്ധി. കഴിഞ്ഞ മാസം അവസാനമാണ് മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലേക്ക് അവസാനമായി എത്തിയത്. അവിടെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ ഭരണസ്തംഭനമുണ്ട്. സർട്ടിഫിക്കറ്റ് അടക്കം വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കം ഒപ്പിടേണ്ടത് വി സി ആണ്. അത് ഇതുവരെ ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ വലിയ ഭരണസ്തംഭനമുണ്ട്. ഇപ്പോഴും വി സി അവിടെ എത്താൻ തയ്യാറാകും. അദ്ദേഹം പറയുന്നത് താൻ വന്നാൽ അവിടെ വീണ്ടും സംഘർഷ ഭൂമിയാകും. അത് ആഗ്രഹിക്കുന്നില്ല. തന്റെ ജീവൻ അവിടെ സുരക്ഷ ഉണ്ടാകില്ലെന്ന ആശങ്കയുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഈ ലാത്തിചാർജിലും നടപടികളിലും ഒക്കെ പരിക്കേറ്റേക്കാം. തനിക്ക് പരിക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രമസമാധാന ലംഘനം അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അതിലൊരു കൃത്യത വന്ന ശേഷം മാത്രമേ സർവകലാശാല എത്തൂ എന്ന നിലപാടിൽ അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇന്നലെ തൃശൂരിൽ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. ഏതായാലും വലിയൊരു ഭരണസമരം കേരള സർവകലാശാല തുടരുന്നു. പക്ഷെ അവിടെയും ഈ ഒരു കോടതി വിധിയിലുള്ള പശ്ചാത്തലത്തിൽ സർവകലാശാല നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഗവർണർക്ക് നിരന്തരം ഇങ്ങനെ കോടതി വിധി ഉണ്ടാകുമ്പോൾ ഗവർണർ ഒന്ന് മറിച്ച് ചിന്തിക്കും. അദ്ദേഹം ഒന്ന് കുറച്ചുകൂടി രാജ്ഭവൻ കുറച്ചുകൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുമെന്ന പ്രതീക്ഷ കൂടി സർക്കാരിന് ഈ കോടതി വിധി നൽകുന്നുണ്ട്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിന് ആത്മവിശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ്, വിധിയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൽ ഇനി ആ ആത്മവിശ്വാസത്തിൽ തന്നെ അടിയന്തരമായ നടപടികളിലേക്ക്, ഗവർണർക്കെതിരെയുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.